ഉപ്പും മുളകും co-powered by Q Developers and 24news.com. എന്താടാ നീ എന്താ എവിടെ കയറിക്കണേ? എടാ നീ പോടാ, ഞാൻ വെറുതെ നിൽക്കണേ. വെറുതെ ഇരിക്കണ? ഓ, നീ ആരാ നോക്കിക്കണേ? ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിട്ട് പുറത്ത് നിൽക്കും. നീ പോടെ ബാസി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിണ്ടിരിക്കണ? ഓ, എന്തോ നീ എവിടെ പോണത്? ഞാൻ പാല് വാങ്ങിയാൻ പോണു. പിന്നെ പോ, പാല് പെട്ടെന്ന് തീരെ പോ. കുറച്ച് സാധനം വാങ്ങിനോടാ. നീ പാല് വാങ്ങിച്ചാ? ഞാൻ നേരത്തെ രാവിലെ വാങ്ങിച്ചടേ. നീ പോടെ, പാല് തീരുന്നതിന് പോടെ, പറഞ്ഞില്ലേ? പാല് തീരെയൊന്നുമില്ല. കടക്കാരൻ നമ്മളാളല്ല, അവ എടുത്ത് വച്ചിക്കും. നീ വെറുതെ നിൽക്കല്ലേ അളിയാ? വാ, നമുക്ക് അങ്ങോട്ട് നടന്നിട്ടാ. കാര്യത്തില് ഞാൻ കാല് വയ്യുന്നേ. കാലിലെന്തിര്? കാല് ഇന്നാൾ ഒഴിഞ്ഞതില്ലടാ. അതിനുശേഷം ശരിയായില്ലടാ. നടക്കുമ്പോഴൊക്കെ കുഴ ഇങ്ങനെ ഇളവിളവി. നീ പോടെ ബാസി. കുഴ ഇളവിയാ? ഓ, വാടാ പോയിട്ട് വാടാ. പറഞ്ഞില്ലടാ, നീ പോടെ ബാസി. നീ വയ്യെന്ന് പറഞ്ഞില്ല. കാല് വയ്യാതെ ഞാൻ പറഞ്ഞോ? കാലിലെന്തിന് കുഴപ്പമൊന്നുമില്ല. നീ കാല് കുരു. ഇത് ഒടിഞ്ഞിട്ട് എത്ര, ഒരു വർഷം കഴിഞ്ഞില്ലേ? ഒരു വർഷം മാസം. നിനക്കാതൊന്നും അറിയണ്ടല്ലോ. നിനക്ക് ഞാൻ മുണ്ടിയായിട്ട് കിടക്കണല്ലോ. നിനക്ക് ഭയങ്കര താല്പര്യം. നീ പോടെ ബാസി. അപ്പൊ നീ ഇടയ്ക്കിടയ്ക്ക് കുരവിട്ട് ഇവിടുന്ന് വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ ഓടി പറഞ്ഞത് അതിന്റെ ഓരോ ആവശ്യത്തിന്. നമ്മൾ വല്ലതും വിളിച്ചാൽ വരല്ലേ കേട്ടോ? നീ ചത്താലും വിളിയാക്കൂല. നീ പോ. ഓ, നീ ഇവിടെ നില്ലേ. പിന്നെ മനുഷ്യനെ മര്യാദ ചെയ്യാൻ സമ്മതിക്കില്ലേ? നീ പറഞ്ഞേ പാടാ. ഒരു കാര്യം ചെയ്യും. പിന്നെ അവിടെ നില്ല. ആരാടാ നോക്കിക്കണേ? നീ പോടെ. നീ എന്തിനാ വല്ലവന്റെ കാര്യം ഇറങ്ങണത്? പോടാ. അവനെ കുപ്പിയിലിറക്കാനുള്ള പരിപാടിയാണ്. എന്തോ ഭാഷകളോട്ട് സംസാരിച്ചേ? അവന് ആര് എന്തോന്നൊക്കെ അറിയണടാ നോണേ. കാത്തു ചേച്ചിയും ചിറ്റപ്പനും ബസ് ഇറങ്ങിട്ട് കുറെ നേരം എന്ന് പറഞ്ഞല്ലോ. എന്താ താത്ത അതിനെ മക്കളെ നോക്കണേ? വരും, ഇപ്പം വരും. പോണോക്കാണ് ഉരുണ്ട് പറഞ്ഞേ. എന്തോ ചോദിച്ചേ? ഇവിടുന്ന് ചെറിയ കൊടുത്തങ്ങ് എത്തുവോ? നോക്കി നോക്കല്ലേ ഭാഷകൾ എന്തോ ചോദിച്ചെന്ന്. അച്ഛാ പൊട്ടാൻ ചെവി കേട്ടുടാ. അയ്യോ, തിരിച്ചു പോയി പോയി പോയി. ആ കേട്ട് പൊട്ടെന്ന് വിളിച്ചപ്പോ കേട്ട്. അച്ഛാ, ചിറ്റപ്പൻ പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ? എന്തോ ചിറ്റപ്പൻ വരുന്ന കാര്യം പറഞ്ഞില്ലേന്ന്? അയ്യോ, എനിക്ക് ഇവിടെ കുറ്റിയടിച്ച് നിൽക്കും. ആ വരുമ്പോ വല്ല നുണയൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ. ആ അച്ഛാ, കൺമണീനെ മാത്രം കൊണ്ടുവരുള്ളൂ? ഓ, എന്ത് കൺമണി കാണാൻ കൊതിയാണ്? ഇപ്പൊ വരും കേട്ടാ. കൊറേ നേരായല്ലോ. വരുമ്പോ വരട്ടല്ലേ? ഓട്ടോ വരുന്നു. അവരല്ലേ? മക്കളെ നീ എന്താ താമസിച്ചത്? ഭയങ്കര ബ്ലോക്ക് കേട്ടോ. എത്ര സമയം എന്നറിയാം അവിടെ വണ്ടി കയറി ഇരുന്നിട്ട്. പിന്നെ വരണ വഴിക്ക് നമ്മളെ ബാസയാണെന്ന് കണ്ടു. ഞാൻ അവരോട് കുറച്ച് നേരം ആരെ കണ്ട്? ബാസയാണെന്ന്. ഓ, എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ പെട്ടെന്ന് പനി വലിയച്ചാ. പനി എന്നല്ല, ചെറിയൊരു ജലദോഷം. പിന്നെ അവളിത്ത് പറഞ്ഞു കിട്ടിയാൽ ഉടനെ മൂടി പോയി ഞാൻ കിടന്നോളൂ. അതെ, അതുപോലെ ചേട്ടത്തി എവിടെ? ചേട്ടത്തി അടക്കള കാണും. എനിക്ക് അച്ഛൻ വാങ്ങിച്ചെന്ന വാഴക്കപ്പം നമുക്ക് മൂന്നൂറ് കൂടെ തിന്നേ. വാസി എന്തെന്ന് പറഞ്ഞടാ? ഒന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഇപ്പൊ വരും. പാല് വാങ്ങിക്കാൻ എന്താ പോയെന്ന് പറഞ്ഞു. ഇപ്പം ഇത് പാല് വിൽപ്പനയാണ് ജോലി. കൊണ്ടാട്ടിയൊക്കെ അടിച്ച് കളഞ്ഞെന്ന് തോന്നുന്നു. ചുമ്മാ ഉണ്ടടാടെ. നീലു ആണോ? നിന്റെ അനിയനും മോള് വന്നിരിക്കണം. ഓ മക്കളെ. സുരേന്ദ്ര, ഓ മക്കൾ ചേച്ചി എന്തേ? അവർക്ക് അവിടെ കളപ്പനിയായിട്ട് കയറി കിടക്കുകയാണ്. ആണോ? മുടിഞ്ഞിട്ടുണ്ട്. ചേട്ടത്തി എപ്പോഴും അടുക്കള തന്നെ. എന്റെ ജന്മം പിന്നെ അവിടെ അവസാനിക്കും. തുടങ്ങി പയ്യാരം പറയാൻ തുടങ്ങി. ചേട്ടത്തിയുടെ മരണത്തിന് വന്നപ്പോഴും അവിടെ അങ്ങോട്ട് 2 ദിവസം വന്ന് നിൽക്കാന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ആര്? ഇവള് നാലോടെ കുടുംബം ആളാവാൻ വേണ്ടി പലതും പറയും. ഇടേ അവർക്ക് അങ്ങോട്ട് പറഞ്ഞ ഇഷ്ടമല്ല. പിന്നെ ഒന്നാമത് കള്ളത്തിനെ പറയാൻ പിടിക്കുകയാണല്ലേ. സുരേന്ദ്ര, അങ്ങോട്ട് വരുന്ന കാര്യം ഇതുവരെ പറയാത്ത ആളാണ്. ഇപ്പൊ കണ്ട 10 പേര് കൂടുമ്പോ ആർക്കാണ് വെപ്രാളം കയറണേ? അതെനിക്കറിയാം. പാടി വിടുന്നു കിട്ടിയാ വരുന്നില്ല കേട്ടോ, എടുത്തിട്ട് വരുന്നില്ല. എടിയത് ഓരോന്നെടുത്ത് കൊടുക്കടി. പതിപ്പിച്ചു കൊടുക്കുന്നത് വാഴക്കൊപ്പം എന്ന് പറഞ്ഞാ അവർക്ക് ജീവനാണ്. അയ്യോ, ഞാൻ കേശുവിന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്ത് കിട്ടിയാലും അങ്ങ് പൊയ്ക്കോളും. ഇതെന്താ സെറ്റപ്പാന്നാ? അല്ല, ചുമ്മാ അവൻ സെറ്റപ്പാന്നല്ലേ വിളിച്ചോളൂ. ചെറ്റപ്പാന്ന് വിളിച്ചില്ലല്ലേ.
വല്യമ്മ പണ്ടൊക്കെ ഞാൻ വന്ന വല്യമ്മേനെ എടുക്കാറുന്നല്ലോ, ഇപ്പൊ എന്താ എടുക്കാത്ത? ആ ഇപ്പൊ എടുത്ത വയസ്സായില്ല മക്കളെ, വലിയ മേലെ നടു ഒടിഞ്ഞു, അതുകൊണ്ടാണ്. ഒന്നുമില്ല എടുക്കുമല്ലോ. ചേട്ടത്തി എടുക്കുന്നു വേണ്ട, അവളിങ്ങനെ പലതും പറയും. ചേട്ടത്തി എടുക്കുന്നു വേണ്ട. അതുകൊണ്ടല്ല മക്കളിപ്പോ വലുതായില്ലേ, വലിയ കൊച്ചുങ്ങളെ എടുക്കാൻ ഭയങ്കര പാടല്ലേ. അല്ല എടുക്കാൻ പറ്റത്തുണ്ടല്ല. വാ വല്യമ്മ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ആണോ? വാ നമുക്ക് അടുക്കള പോവാം. മഴമര എടുക്കണ്ടേ? അല്ല അവര് തിന്ന് ഒന്നുമില്ല പോരെ. ഒന്നുമില്ലടേ, പോടേ പോ. അണ്ണാ എനിക്കൊന്ന് കുളിക്കണം. പിന്നെ കുളി പോ, കുളി. അതിനൊപ്പം ഇവിടെ കൂടെ ഒന്ന് കുളിപ്പിക്കോ? അയ്യോ ഉള്ളത് പറയല്ലേ, കുളിക്കൂലടേ. സത്യം അതല്ലേ പറഞ്ഞു. എന്റെ മോള് നല്ല വാഴക വന്നിട്ടല്ലേടേ. പിന്നെ അല്ലാതെ എടാ ഇങ്ങനെ വണ്ണിച്ച് കയറ്റരുത് കേട്ടാ. അത് ആരൂടെ പറയാണ്ട് തള്ള. അല്ല എങ്ങോട്ട് എന്താണ് ചേച്ചി എന്തോ? ചേച്ചി ഇവിടെ എന്തോ? ഒന്നുമില്ല, ഇങ്ങനെ ഫോണിൽ കുത്തി കളിച്ച് കളിക്കുക, അതാണ് പ്രധാന ജോലി. ആഹാ, അപ്പൊ മൊബൈൽ ജീവിയാ? മൊബൈൽ ജീവി അല്ല, അതുക്കും മേലെ. കേശു വേണ്ടെങ്കി അതിങ്ങനെ താടാ, ഞാൻ തിന്നാളാം. അല്ല ഇങ്ങനെ കൈക്കിരടി പല്ലിനൊന്നും ഒരു പ്രശ്നമില്ലല്ലോ കണ്ണു. കൈ കിട്ടുന്നതിന് വായ പിടിച്ച് തിന്നുന്നുണ്ടോന്ന് തോന്നുന്നു ഇത്ര തടി. എടാ കേശു, ഇത് വെറും വണ്ണമല്ല, നല്ല ഒന്നാന്തര ശക്തി എനിക്കുണ്ട്. കണ്ണോ? ആ ശക്തി ഉണ്ടോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ തോന്നില്ലേ? എന്നാ ഒന്ന് തിരിഞ്ഞു നിന്ന്. ആ തിരിയാ, ഒന്ന് തിരിഞ്ഞിക്കടാ. അതേടി ഞാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ ഇതൊക്കെ ചെറിയ ഇടിയല്ലേ, നിങ്ങൾ വേണമെങ്കിൽ എന്നെ ഇടിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഇടിക്കും. ആ ഇടിയടോ, ഇടിക്കോ. ഞാൻ ഇപ്പൊ വരാമേ. ഇങ്ങോട്ട് പോണ്? വരണ ഇപ്പൊ വരാം. എനിക്ക് ഈ വർഷത്തെ ഏറ്റവും നല്ല ഇടി ഇതാ. വല്യച്ചാ എന്തോ ആ കേശു എന്റെ നടുവത്തിട്ട് ഇടിച്ചെന്ന്. അയ്യോ എന്തിന് കേശുവേ? അന്ന് കേറിയതുള്ളൂ, അന്ന് ഇടയ്ക്ക് ഇടിച്ചു ഒട്ടിച്ചോളൂ. കേശു എന്തോ? നീ എന്തിനാ അവളെ ഇടിച്ചേ? ഇടിച്ചാന്ന് ഞാൻ ഇടിച്ച്, പക്ഷെ കൺമണി എന്നെ ഇടിച്ചതിന് ശേഷം ഞാൻ കൊണ്ട് ഇടിച്ചേ. ഇല്ല വലിച്ച, പതുക്കെ ഇങ്ങനെ ഇടിച്ചതേ ഉള്ളൂ. അല്ലേ ശിവ? നീങ്ങടാ ഇടിച്ചെന്ന്. അപ്പൊ നീ ഇടിച്ചല്ലേ? ഇടിച്ച്, പക്ഷെ ഇടിക്കുന്നു പറഞ്ഞിട്ടാ ഇടിച്ചേ. എന്റെ പൊന്ന് ചിറ്റപ്പ, ഈ കൺമണിയാണെങ്കില് എന്നെ ശിവാനെയും ഇടിച്ചു, ചുമ്മാ തമാശക്ക്. അപ്പൊ കൺമണി പറഞ്ഞു എന്നെ ഇടിച്ചു, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇടി എടുത്തു, ശരിക്കും ഇടിച്ചു, ശരിക്കും ഇടിച്ചു. എന്താണ് നീ പറഞ്ഞേ? ഞാൻ കൈ അടിച്ചു കൊടുത്തോളാം. ഈ പിള്ളേർ ചുമ്മാ കളിക്കണ്ട, നീ എന്തിരി ചൂടാവണത്? എന്താണ് പിള്ളേർ വളർത്തി കഴിപ്പണം കേട്ട പിള്ളേർ വളർത്തി കളഞ്ഞു വന്നു. ഈ കഴിപ്പണം കേട്ടെന്ന് പറഞ്ഞ എന്താ? എനിക്ക് ഇപ്പൊ തന്നെ സംശയം ചോദിക്കണോടി. ഇല്ല ഞാൻ വരണം. ദൈവമേ, എന്താണ് ഇവിടെ ബഹളം? എന്താ ഇവിടെ ബഹളം? എന്താ ബഹളം? കുറച്ച് കൈ നീട്ടാൻ കൂടി പോയി പിള്ളേർക്ക് ബഹളം. ചുമ്മാ എന്ത് ചെയ്താലും കണ്ടോണ്ട് നിൽക്കുമല്ലേ? എന്നാ പിടിച്ചു മാറ്റോ? അതില്ല, ആസ്വദിക്കും പിള്ളേർ വഴിക്കൂടെ കാണുമ്പോ. ആ ഇപ്പൊ അങ്ങനെ പിള്ളേര് തല്ലു പിടിക്കുമ്പോ പ്രോത്സാഹിപ്പിച്ചു വിടും, എന്നിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയണം. എടി ഒരുപാട് പിള്ളേർ വളർന്ന കുടുംബമാണ് നമ്മളത്. ചോദിച്ചു നോക്ക്, അകത്തുനിന്നും പുറത്തുനിന്നും ഒരുപാട് പിള്ളേരുണ്ട്. അവരെയൊക്കെ നമ്മൾ പക്ഷെ എന്തൊരു ബഹളം ഉണ്ടാക്കിയാലും അച്ഛൻ്റെ അമ്മേരെയും നിയന്ത്രണത്തിലായിരിക്കും. നമ്മൾ കൈവിട്ട് പോകില്ല, നമ്മൾ നോക്കാൻ ആളുണ്ട്. ഇവിടെ അങ്ങനെയാണ്. അത് ശരിയാണ് ചേട്ടത്തി, എല്ലാരും അച്ഛനെ അമ്മ നിയന്ത്രണത്തിൽ തന്നെയാണ് വളർന്നത്. ഒരേ ഒരുത്തരൊഴിച്ച് അവിടെ പറഞ്ഞാൽ കേൾക്കാത്തത് ഒരുത്തുണ്ടെങ്കിൽ അനുസരിക്കാത്ത ഒരുത്തുണ്ടെങ്കിൽ ഇവ മാത്രമേ ഉള്ളൂ. ഇവന്റെ അടുത്ത് രാവിലെ ഇവന്റെ അടുത്ത് കുളിക്കാൻ പോവല്ലെന്ന് പറ, കുളത്തിൽ പോവല്ലെന്ന് പറഞ്ഞാൽ ഇവൻ നേരം വെളുക്കാൻ കാത്തിരിക്കും. അപ്പം പോകും കുളത്തിൽ. പിന്നെ വേറൊരു കൂട്ടാണെങ്കിൽ എല്ലാ ചെറ്റത്തോടും പഠിച്ചവന്മാരുടെ കൂട്ടു അടിപിടി. അത് വേറെ, അത് പോട്ടെ, അത് വെളിയിൽ. നമ്മളെയൊക്കെ ഉപദ്രവിക്കണതിന് കയ്യും കണക്കുണ്ട്. ഇതാണ് അച്ഛന്റെ റിയൽ സ്വഭാവം. പുറത്തൊന്ന് ചൊട്ടയിലെ ശീലം ചുടല വരെ മതിയാകില്ലേ? ഇപ്പൊ ചുടലേ പോകും കേട്ടാ. ചുടലമാടൻ ഇറങ്ങി പോ 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 അവിടെ പോയിരിക്കും. ദോശ കഴിക്കാം. അവള് പറഞ്ഞേട്ടാ ചുടല മാടരുന്ന് എന്നെ. നിന്നെ അങ്ങനെയൊന്നും വിളിച്ചാ പോരടാ. വല വേണമെങ്കിൽ കഴിക്കാം. വാ നീ പോ. നീ നക്ക എനിക്ക് വേണ്ട തോയ. വാ നീ പോടാ. എന്താ കഴിക്കണല്ലേ? അതെ, വെറുതെ വാശി പിടിച്ചിരിക്കണ്ട. ഇനി ഉച്ചവരെ കരിഞ്ഞിരിക്കേണ്ടി വരും ഒന്നും കിട്ടാതെ. പോടാ.
അല്ല ഇന്ന് ഞാൻ എന്തിനു വാച്ച് പിടിച്ചിരിക്കണേ? അമ്മ ദോശ. ആ എനിക്കല്ലേ? അയ്യോ അത് എനിക്ക് മതി. ആ ഒരെണ്ണം മതി. എനിക്കാ. കഴിക്കേ എന്താ കുറച്ചേ കഴിക്കണല്ലോ ഇപ്പൊ. ഓ മതി 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 മതി. ഞാൻ എല്ലാം കുറച്ചു. ദോശ ഇഡലിയോ വല്ലതും ആണെങ്കിൽ രാവിലെ 2 എണ്ണം, ഉച്ചയ്ക്ക് 2 തവി ചോറ്, രാത്രി 2 ചപ്പാത്തി. കുറച്ചോ ഭക്ഷണമൊക്കെ? ഓ ഭക്ഷണം എല്ലാം കുറച്ചു. ഡേയ് ഈ ചാവൂന്ന് പേടിച്ചേ ഭക്ഷണം കഴിക്കാതിരുന്നാ അവസരം ഭക്ഷണം കിട്ടാതെ ചാവേണ്ടി വരും. ജീവിക്കാൻ വേണ്ടി വല്ലതും കഴിക്കണം, അത്ര അല്ലേ? ഇതാണ് കറക്റ്റ്. നമ്മൾ എപ്പോഴും ഫുഡ് കൺട്രോൾ ചെയ്ത് വേണം കഴിക്കാൻ. എന്റെ ബോഡി ഉണ്ടല്ലോ സ്ലിം ആയിട്ടല്ലോ. കൊള്ളാം 4 എല്ലും കഷ്ണത്തിന് തോല് ചുറ്റി വെച്ചോല. കറക്റ്റ് പറയുകയാണെങ്കിൽ പടവല കുട്ടമ്പള വരെ പോകുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ അവസരം കിട്ടിയ അതങ്ങ് മുതലാക്കിക്കോളൂ അപ്പൊ തന്നെ. അവസരം മുതലാക്കാൻ എൻ്റെ ചേട്ടനെ പോയിട്ടേ ഉള്ളൂ. നീ എന്തോന്ന് പറഞ്ഞേടേ? ഞാൻ അവസരം മുതലാക്കാൻ മിടുക്കനാണെന്ന് തന്നെ? എടേ സംസാരം മാത്രമേ ഉള്ളൂ, ഞാൻ കാര്യത്തിലൊന്നും ഇല്ലടാ. മനസ്സ് വെള്ളയാണ്, വെള്ള. കറക്റ്റാ പറയണമെങ്കിൽ മുതലാക്കണം. നീ നിന്റെ ചേട്ടാ രാജേന്ദ്രൻ ഉണ്ടല്ല, അവനാണ് മുതലാക്കണത്, അല്ല നമ്മളല്ല. എന്താ നീ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കും? പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. ഞാൻ തമാശയ്ക്ക് പറഞ്ഞാടേ നീ അവസരം മുതലാക്കണമെന്ന്. നിനക്ക് തമാശക്കേ പറയാൻ പറ്റൂ, കാരണം ഞാൻ അവസരം മുതലാക്കണവനല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ അവസരം മുതലാക്കി ജീവിക്കുകയാണ് എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം? അല്ല, നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് ശരിയാവും. അതിന് പ്രത്യേകിച്ച് വലിയ അർത്ഥതലങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ. ബാലു എന്തൊക്കെയാണ് വിളിച്ചു പറയണേ? നല്ല രീതിയിൽ തുടങ്ങിയിട്ട് അവസാനം ഇങ്ങനെ ആക്കിയത്. അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ? പറയേണ്ട സമയത്ത് ഞാൻ ഒന്നും പറയാറില്ല, അതുകൊണ്ടാണ് ഞാൻ മണ്ടരായി പോണത്. ദോശ കഴിക്കണില്ലേ? താശ എനിക്ക് വേണ്ട. ഇന്ന് സുരേന്ദ്രൻ കഴിക്കണില്ലേ? വേണ്ട മതി. കഴിക്കേ. ഇല്ല വേണ്ട മതി. ഞാൻ ചേട്ടത്തി പറഞ്ഞോണ്ട് വിശപ്പില്ല, ചേട്ടത്തി പറഞ്ഞോണ്ട് ഞാൻ കഴിച്ചെന്നേ ഉള്ളൂ. ഞാൻ പിന്നെ കഴിക്കാം. സുരേന്ദ്ര, എന്താ ബാലു പറഞ്ഞത് കാര്യമാക്കണ്ട, മനസ്സിലൊന്നും വെച്ചിട്ടല്ല ഈ പറയണത്. അങ്ങനെ മനസ്സിലൊന്നും വയ്ക്കാതല്ല അവൻ പറഞ്ഞത്. നിന്റെ അച്ഛന്റെ നാക്ക് വല്ലാത്തൊരു നാക്കാണ്ടാടാ. അതെങ്ങനെ അമ്മ തന്നെ അച്ഛനെ ആൾക്കാരനാക്കിയത്? അറിയാതെ പറഞ്ഞ സോറി. ഇറങ്ങി പോടാ. ഇപ്പൊ എല്ലാം എന്റെ തലയിൽ. ഒരു ദോശ. ഞാൻ ദോശ ഇല്ല, ദോശ തീർന്നു. വേണമെങ്കിൽ എടുത്ത് വെക്ക്. ഉപ്പും മുളകും co-powered by Q Developers and 24news.com. വലുച്ചാ ഇതെന്തിനാ ഇങ്ങനെ കരിക്കണേ? മക്കളെ കരിക്കണല്ല, ഇത് സോൾവ് ചെയ്യണത്. അച്ഛാ കുറച്ചു മുമ്പ് കൺമണി പറഞ്ഞായിരുന്നേ അവൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നെന്ന്, എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ. എന്താ മക്കളെ വിശക്കണ? വൈകുന്നേരം ആവട്ടെ വാങ്ങിച്ചു തരാം കേട്ടാ. മക്കളെ എന്താ അച്ഛാ നമ്മളിവിടെ? അകത്ത് പോടെ പോകാൻ പറഞ്ഞ പോണേ എന്തോന്ന് അച്ഛാ ഒച്ചാന്ന് പോ. നീ എന്താ നോക്കണേ? പോകത്ത് എന്നാ തന്നെ എന്തേ? നീ എന്താ കുറച്ചു നേരത്തെ അകത്തുനിന്ന് പറഞ്ഞിട്ട് പോയത്? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കിടന്ന് അനുഭവിക്കണേ. വീണ്ടും ഈ മുള്ളും മലയും വെച്ച വർത്താനം പറയണത് അർത്ഥം വെച്ച് നിന്റെ മനസ്സിൽ എത്താനുള്ളത് നീ അത് പറ ആദ്യം. ഡേയ് സുരേന്ദ്ര, എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നീ നിന്റെ അണ്ണ രാജേന്ദ്രൻ അച്ഛനും അമ്മയും ഉണ്ടല്ലേ, എല്ലാം വിഷമിക്കും. അത്ര ഉണ്ടടാ എനിക്ക് അത്ര ഉണ്ട് എനിക്ക് എന്റെ മനസ്സിൽ. ഞാൻ എന്തിനാ വിഷമിക്കണത്? ഞാൻ അത് പറഞ്ഞു ഞാൻ എന്തിനു വിഷമിക്കണേ? ചിലപ്പോ അവരെ വിഷമിക്കുമായിരിക്കും. പതുക്കെ പറ, ഇത് കേട്ടോണ്ട് അവള് വരും, അവിടെ കിടന്ന് എന്റെ അവസാനം എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കൂല. നിനക്ക് പഴം ഉണ്ടാക്കിയിട്ട് അങ്ങ് ഇറങ്ങി പോവാ. നീ പതുക്കെ പറയടേ. ഞാൻ മോശക്കാരൻ തന്നെ, ഞാൻ മോശക്കാരൻ, കുറച്ച് സംസാരിക്കണത്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ നിന്നെയും നിന്റെ ചേട്ടത്തെയും കാണാൻ വേണ്ടി, ചേട്ടനും പിള്ളേരെയും കാണാൻ വേണ്ടി എപ്പോഴും ഇവിടെ പറഞ്ഞത്. അങ്ങനെയൊക്കെ വല്ലപ്പോഴും ചെയ്യടാ, അങ്ങനെയൊക്കെ അതിന്റെ പശ്ചാത്താപം ഒന്ന് കുറയട്ടെ. എന്തോന്ന് പശ്ചാത്താപം? നീ പറയണത് കേട്ട് കഴിഞ്ഞപ്പോ ഒന്നുമല്ല, നിന്റെ വസ്തുക്കളെല്ലാം ഞാൻ എഴുതി വാങ്ങിച്ചെന്ന്. അയ്യോ, എഴുതി തന്ന കാര്യമൊന്നും പറയണ്ട, വസ്തു എഴുതിയ കാര്യവും പറയണ്ട. എഴുതേണ്ടവര് എഴുതേണ്ട സമയത്ത് ആവശ്യം പോലെ എഴുതി എടുത്ത്. നമുക്കൊന്നുമില്ലേ? അല്ല, നമുക്കുണ്ട്, വസ്തുണ്ട്, പക്ഷെ അത് മറ്റേ വാക്കിലേ ഉള്ളൂ, എഴുത്തിലില്ല. ആ പരാതി ഇവിടെ എപ്പോഴും പറയാറുണ്ട്. നിന്നെ ആരെയും വിളിച്ചാ കേൾപ്പടിയാത്ത? എടാ സുരേന്ദ്ര, നീ പിള്ളേരെ അത് വരട്ടി വിട്ടിട്ട് ഒരു കാര്യമില്ല. അവർക്ക് അറിയടാ, അവർക്ക് അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടിയില്ലാന്നും അച്ഛൻ വിഷമിച്ച് നടക്കണമെന്നും എല്ലാ കാര്യവും എൻ്റെ മക്കൾക്ക് അറിയാം. അതുകൊണ്ട് നീ വരട്ടി വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല സുരേന്ദ്ര. നീ എൻ്റെ അടുത്ത് പതുക്കെ സംസാരിക്കാൻ പറ്റും, നീ എന്തോന്ന് കാര്യം ഉറക്കി സംസാരിക്കണത്? കേക്കട്ടെടാ, എല്ലാരും കേക്കട്ടെ, കാര്യങ്ങളൊക്കെ എല്ലാരും അറിയട്ടെ. എന്തോന്ന് കാര്യം? അണ്ണാ നീ കൂടുതൽ പാവത്താൻ ചമയല്ല കേട്ടാ.
എടാ നിനക്ക് നമ്മളെ അമ്മയ്ക്ക് അവകാശപ്പെട്ട വസ്തു അല്ലടാ രാഘവമാവൻ എഴുതി കൊടുത്തത്. ആ വസ്തു അല്ലടാ നിന്റെ ഈ ചേട്ടത്തിൻ്റെയും പേര് എഴുതി തന്നെ. നമ്മൾ ആരെങ്കിലും, ഞാൻ ആ ചേട്ടൻ ആരെങ്കിലും എന്ത് എഴുതി തന്നു ചോദിച്ചാടാ? അന്ന് രാമമാമൻ ആ വസ്തു എൻ്റെ പേര് എഴുതി തന്നുകൊണ്ട് എനിക്ക് അത്രയെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ വായിൽ മണ്ണായിരുന്നു, മണ്ണ്. ചേട്ടത്തെ യോൻ പറഞ്ഞു ചേട്ടാ, ഉള്ള വസ്തുക്കളെല്ലാം ഞാനും ചേട്ടനും കൂടെ എഴുതി വാങ്ങിച്ചെന്ന്. അവനിപ്പോ ഒന്നും ഇല്ലാന്ന്. അല്ലെങ്കിൽ തന്നെ ചേട്ടത്തി, ഞാൻ പറഞ്ഞിട്ടാണ് ഇവൻ അച്ഛനും അമ്മ വസ്തു എഴുതി കൊടുക്കാത്തത്. പിന്നെ ആ വീടും അതിന് ചുറ്റിയിരിക്കുന്ന സ്ഥലമെല്ലാം ഇവന്റെ അല്ലേ? ഇവനല്ലേ എഴുതി കൊടുത്തിരിക്കുന്നത്? ഡേയ്, അച്ഛൻ്റെ അമ്മേരെയും കാലശേഷം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ട് കാര്യമൊന്നും ഞാൻ അതുവരെ കാത്തിരിക്കണ്ടേ. അപ്പൊ എന്റെ നിന്റെയും പേരുള്ള വസ്തുവാ? അത് നിന്റെയും കൂടെ പേരുള്ള വസ്തുവല്ലേ? അന്ന് ഞാൻ വിൽക്കാൻ പറഞ്ഞപ്പോ നീ സമ്മതിച്ചില്ലല്ലോ. എന്തിനിടെ നിനക്ക് ഈ കാണുന്ന വസ്തുക്കളെല്ലാം വിൽക്കേണ്ട കാര്യം തോന്നുന്നു? എന്ത് കണ്ടാലും വിൽക്കണം വിൽക്കണം, ഇത്രയൊക്കെ വിൽക്കേണ്ട കാര്യം തോന്നിപ്പോ? നിനക്ക് ഇഷ്ടം പോലെ കടകൾ വരിവരിയായിട്ടുണ്ടല്ലേ. നിനക്ക് അതിന് ആദായമുണ്ട്, നിനക്ക് ഇഷ്ടം പോലെ കാശുണ്ട്. നിനക്ക് പിന്നെ ഒന്നും അറിഞ്ഞിട്ടുണ്ട്, അറിയണ്ട ആവശ്യമില്ലല്ലോ. ഈ വരിവരിയാന്ന് പറഞ്ഞ കട നിനക്ക് എന്നെ എഴുതി തരാന്ന് പറഞ്ഞത്. അപ്പം നീ എന്ത് പറഞ്ഞു? എനിക്ക് കട വേണ്ട, എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റൂല എന്ന് നീ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു നിനക്ക് ആ വീടും ആ വീട്ടിരിപ്പും എനിക്ക് തന്നാൽ മതി. അങ്ങനെ എനിക്ക് എഴുതി തന്നില്ലേ? സുരേന്ദ്ര, ഇത് വെച്ച് നിർത്തങ്ങ്, അല്ലെ രംഗം വഷളാവേ. അതെ, അമ്മയുടെ കുടുംബത്തിലുള്ള അച്ഛന്റെ കുടുംബത്തിലുള്ള സ്വത്തൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. അതാരും കൊണ്ടുപോയിട്ടില്ലല്ലോ. അതിന് കാക്കയൊന്നും കൊത്തിക്കൊണ്ട് പോവില്ല. അഭിപ്രായം ചോദിച്ചാ ഞാൻ മേജറാണ്, എനിക്ക് 21 വയസ്സായി. ഇത്തരം കുടുംബ പ്രശ്നങ്ങൾ എനിക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ഇപ്പൊ മേജറും സുബദാറൊക്കെ അങ്ങ് അതിർത്തിയിൽ അവിടെ പോയി യുദ്ധം ചെയ്യാതെ ഇവിടെ വാ അടച്ചുണ്ടാകണം. നിങ്ങൾ ഇനി വാ തുറക്കണ്ട, ഉള്ളത് വെച്ച് അങ്ങ് ജീവിച്ചാ മതി. ഉള്ളത് എവിടെ? 4 സെന്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കല്ലേ ഉള്ളത്. എവിടെ? എനിക്ക് എവിടെ ഉള്ളത്? നീ ഒരു കാര്യം ചെയ്യും, ആ മുടുപ്പരയുടെ താഴെ കിടക്കണ 1/2 ഏക്കർ സ്ഥലം അച്ഛനോട് അല്ല 1/2 ഏക്കർ കട്ടക്കാല് നിനക്കറിയാലോ. അരസന്റെ അല്ല 1/2 ഏക്കർ അറിയാലോ. പിന്നെ എന്തോന്ന് ഇടയ്ക്കാരണോ? 1/2 ഏക്കർ സ്ഥലം നീ എഴുതി വാങ്ങിക്കും. ഞാൻ പറയാം തന്നെ. അതൊരു കാര്യം ചെയ്യും, നിന്റെ അച്ഛനെ കൊണ്ട് നീ കൂടെ ഒന്ന് എഴുതിപ്പിച്ചതാ. അല്ലാതെ എടാ നിന്റെ മനസ്സിനിപ്പോ എനിക്ക് അറിയാടാ. പതുക്കെ നിന്ന് നിനക്ക് പതുക്കെ കൊതിക്കും കയ്യിലെടുക്കാനല്ലേ. അത് നീ പോ, എനിക്കറിയൂടെ അത്. നീ ഒരുപാട് വൃത്തിയായിട്ട് സംസാരിക്കല്ലേ. എന്റെ ജീവിതത്തിൽ നിനക്ക് ഞാൻ ഉത്തരം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടില്ല. കാര്യം മനസ്സിലായി. നീ അതാണ് അവിടെ നീ നിന്നപ്പോഴും നീ ഒരുമാതിരി അടുക്കള നിന്നപ്പോ കുത്തുമ്പനെ സംസാരിച്ചല്ലേ? എന്താടാ ഞാൻ മുത്തുമുന്നെ സംസാരിച്ചത്? ഉള്ളത് പറഞ്ഞ ആർക്കും പിടിക്കൂല, അത്രേ ഉള്ളൂ. ഞാനിവിടെ നിന്നാ ശരിയാവൂല. സഹോദരങ്ങൾ തമ്മിൽ തെറ്റിയാ ഏറ്റവും വലിയ ശത്രുതയാവും. ഇവിടെ നിന്നാ ശരിയാവില്ല. മക്കളെ പാടിയോട്ടെ എന്തോന്ന് വെച്ചത്? അവന് ഭയങ്കര ധൃതിയടേ. പോട്ടടേ പോട്ടടേ. മക്കളെ മാറിയില്ല അങ്ങോട്ട്. പറഞ്ഞെങ്കിൽ മക്കൾക്ക് അവിടെ അച്ഛനെ ചിറ്റവനെ കാണാൻ അങ്ങ് വന്നാൽ മതി. വാ മക്കളെ. പോണേ പോട്ട്. എവിടെ പോണു? പോ. പിന്നെ വല്ലാത്തൊരു സ്വഭാവം തന്നെ കേട്ടോ. പോടാ ചിറ്റപ്പാ. സുരേന്ദ്ര. ഓ എന്ത്? വാടാ. ഞാൻ പോണു. ഇവിടെ വാടാ. ഇവിടെ ഞാൻ പോണെന്നാ പറഞ്ഞ കേട്ടില്ല. വാടാ ഇവിടെ ഇവിടെ വാടാ. ഇവിടെ വാടാ വാടാ. വാടാ. ബാഗ് കൊറ. ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? ബാഗ് കൊറ. ബാഗ് വേണടാ. നീ എന്തോ വിചാരിച്ച് ഇവിടെ കയറി വന്നിട്ട് തോന്നിയ പോലെ ഇറങ്ങി പോകാന്ന് വിചാരിച്ചാ? ഇവിടെ ബാലുവിന് വസ്തുക്കളൊന്നും വേണ്ട. ബന്ധങ്ങൾ അതാണ് ബാലുവിന് വലുത്. സ്നേഹം. നീ കയറിപ്പോ. നീ എന്നാലും നിന്നെ പറ്റിച്ചിട്ട് ഞാൻ എല്ലാ വസ്തു എഴുതി വാങ്ങിച്ചെന്ന് നീ പറഞ്ഞു പറഞ്ഞില്ലേ? ഇടാ ചെറുക്ക, ഞാൻ വെറുതെ പറഞ്ഞത്. നീ എന്നെ സങ്കടപ്പെടണമെന്നിന്. നമ്മളെ അച്ഛൻ മാന്തം ഇതുപോലെ ഒന്നും സങ്കടപ്പെട്ടിട്ടില്ല. പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല പ്രശ്നങ്ങൾ അതിനകത്ത് അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും അങ്ങനെ ഇതുപോലെ സങ്കടപ്പെട്ടിട്ടില്ല. നാണക്കേടാണ്. കയറിപ്പടാ. വിളിച്ചെടുപ്പടാ. വസ്തുവൊക്കെ ആര് കണ്ടടാ? മണ്ണ് പോവാൻ പറ. മണ്ണ് സ്നേഹമല്ല വരുന്നത്. പോ സുരേന്ദ്ര, പോ. നീ ചുമ്മാ ആവശ്യമില്ല. മക്കളെ നിങ്ങൾ കയറിപ്പോ. മക്കളെ ഇരി. മക്കള് പേടിച്ചു പോയാ? ഞാൻ പേടിച്ചൊന്നുമില്ല. പേടിച്ചില്ലേ? വല്യച്ചായി അച്ഛനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ? അതെനിക്കറിയാം. നമുക്ക് നാളെ ഒരുമിച്ച് പോവാം, വല്യച്ഛനും കൂടെ വരാം. എന്നിട്ട് അവിടെ നിന്ന് കുളത്തിലൊക്കെ കുളിച്ച് നമുക്ക് എന്തൊക്കെ വേണം കഴിക്കാൻ? 5 സ്റ്റാർ മിഠായി, വാങ്ങിച്ചുതരാം. ലഡു, ജിലേബി, പേട, പിന്നെ ബറോട്ട, ചിക്കൻ, പിന്നെ ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ ഒരു മിൽക്ക് ഷേക്ക്, ഷാർജ, പിന്നെ മാംഗോ ചോക്കോബാർ, പിന്നെ ഒരു നൂഡിൽസ്. ഇത്രയും മതി. മതിയാ? ഇതിനേക്കാൾ ഭേദം എൻ്റെ മോൻ ക്യാഷ് വന്നെ കേട്ടാ. എൻ്റെ അമ്മോ, ഇതൊക്കെ എവിടെ പോയത്?